ഇംഗ്ലീഷിലെ ഒരു ക്രിയ എങ്ങനെ അല്പം വ്യത്യാസപ്പെടുത്തി വിവിധ രീതിയിൽ വിവിധ വാക്യങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു എന്നറിയാൻ സഹായിക്കുന്ന ഒരു വീഡിയോയാണിത്. അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം. ഞാനിപ്പോൾ ഉദാഹരണത്തിനായിട്ട് ഒരു ക്രിയാശബ്ദം, ഒരു വേർബ് കൊണ്ടുവരികയാണ്. ഗിവ്, GIVE, ഗിവ്. അതിനർത്ഥം കൊടുക്കുക എന്നാണ്. എന്നാൽ എൻ്റെ മുൻപിൽ നിൽക്കുന്ന ഒരാളെയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പേരെയോ നോക്കിക്കൊണ്ട് ഞാൻ ഗിവ് എന്ന് പറഞ്ഞാൽ അതൊരു ഓർഡറായി, ഒരു ആജ്ഞയായി തീരുന്നു. പ്ലീസ് ഗീവ് എന്നാക്കിയാൽ അത് റിക്വസ്റ്റായി തീരുന്നു. ദയവായി കൊടുക്കൂ. അപ്പോൾ കൊടുക്കൂ അല്ലെങ്കിൽ ദയവായി കൊടുക്കൂ, ഇത് നമ്മുടെ അടുത്ത് നിൽക്കുന്നവരോട് നമുക്ക് പറയാം. ഗീവ് മീ എന്നാൽ എനിക്ക് താ അല്ലെങ്കിൽ എനിക്ക് തരൂ. ഗീവ് അസ് എന്നായാലോ, എൻ്റെ കൂടെ ഒരാളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ പേരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്നുള്ള അർത്ഥത്തിൽ ഗീവ് അസ് ഉപയോഗിക്കാം. ഗിവ് ഹിം എന്ന് പറഞ്ഞാൽ അവന് കൊടുക്കുക. ഗിവ് ഹെർ അവൾക്ക്. ഗീവ് ഇറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ഇറ്റിൻ്റെ പ്രയോഗമുള്ളത്. ഗീവ് മീ സം ബുക്സ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ താ. ഗീവ് അസ് എന്നായാൽ ഞങ്ങൾക്കെന്നായിത്തീരുന്നു. അവർക്ക് ആഹാരം കൊടുക്കൂ. ഗീവ് ദം ഫുഡ്. അപ്പോൾ സാധാരണയായി ഗിവിന് ശേഷം വരുന്ന പ്രൊനൗൺസ് ആണ് മീ, അസ്, ദം, ഹിം, ഹർ, ഇറ്റ്, എറ്റ്സെട്ര. പിന്നെ നൗൺ വേർഡ്സും വരാം. ഗീവ് മീ യുവർ ബുക്ക്. നിന്റെ പുസ്തകം എനിക്ക് താ. പ്ലീസ് ഗീവ് ദീസ് ബുക്സ്. പ്ലീസ് ഗീവ് ദോസ് ബുക്സ്. ആ പുസ്തകങ്ങളൊക്കെ താ. ഗീവിന് ശേഷം ദം ആവുമ്പോൾ അവർക്കെന്നാകുന്നു. ഗീവ് ദം വാട്ടർ. അവർക്ക് വെള്ളം കൊടുക്കൂ. നൗൺസ് ആണ് ഇതിന് പ്രൊനൗൺസിന് ശേഷം സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗിവ് ദം, അതിനുശേഷം പറയുന്ന നൗൺ കൗണ്ടബിളോ അൺകൗണ്ടബിളോ ആയിത്തീരാം. എണ്ണാൻ പറ്റുന്നതും അളക്കാൻ പറ്റുന്നതുമായ നൗൺസ് ആണ്. ഉദാഹരണം, ഗീവ് ദം വാട്ടർ. വാട്ടർ എണ്ണാൻ പറ്റത്തില്ല, അപ്പോൾ അത് അൺകൗണ്ടബിൾ ആണ്, അത് ഉപയോഗിക്കുന്നു. ഗീവ് ദം ബുക്സ് എന്ന് പറയാം. ബുക്സ് കൗണ്ടബിൾ ആണ്, എണ്ണാൻ പറ്റുന്നതാണ്, അത് സിംഗുലറോ പ്ലൂറലോ ആകാം. ഹിം അവന്. ഗീവ് ഹിം എ ഗിഫ്റ്റ്. അവനൊരു ഗിഫ്റ്റ് കൊടുക്കുക. ഹെർ ആയാലോ അവൾക്കെന്നായിത്തീരുന്നു. ഗീവ് ഹെർ എ ബുക്ക്. കുഞ്ഞിന് വെള്ളം കൊടുക്കെന്ന് പറയാൻ ഗീവ് ഇറ്റ് വാട്ടർ എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. വേണമെങ്കിൽ ഇറ്റ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇറ്റിന് പല ഉപയോഗങ്ങളാണുള്ളത്. അതിലൊരു ഉപയോഗമാണ് പേഴ്സണൽ പ്രൊനൗൺ ആയിട്ടും ഇറ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഐ, വി, യു, ദേ, ഹി, ഷീ. ഇതെല്ലാം മനുഷ്യർക്കും ജീവജന്തുക്കൾക്കും വേണ്ടി ആയിരിക്കുന്ന ആ കൂട്ടത്തിൽ ഇറ്റൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഗിവ് എന്ന വാക്ക് പാസ്റ്റിലാകുമ്പോൾ GAV ഗേവ് ആകുന്നു. ഫിർ ഗിവൺ, ഗീവിങ്. ഇങ്ങനെ ഫോംസ് അല്പം മാറ്റി വിവിധ രീതികളിൽ ഉപയോഗിച്ചു വരുന്നു.